കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ പിടിയിലായ ഷാലിഖിന്റെ മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. ഒരു ബണ്ടിൽ കഞ്ചാവിന് കമ്മീഷൻ 6000 എന്ന് ഷാലിഖ്. വിദ്യാർത്ഥികളിൽ നിന്ന് 24,000 രൂപ വാങ്ങും. തനിക്ക് 18,000 രൂപയ്ക്ക് കിട്ടും. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തുന്നത് ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരുന്നു എന്ന് പോലീസ്. വിശദാംശങ്ങൾ രാഗിൻ നൽകും. രാഗിൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ചുറ്റുപാടുകളും കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഇത്തരം കഞ്ചാവ് റാക്കറ്റുകളിൽ ചെന്നുപെടാൻ, ലഹരി റാക്കറ്റുകളിൽ ചെന്നുപെടാൻ എത്രത്തോളം സാധ്യതയാണ് ഉള്ളതെന്ന് വെളിവാക്കുന്ന ഒരു കേസാണ് ഈ കളമശ്ശേരി സംഭവം. എല്ലാ കുട്ടികൾക്കും ഇക്കാര്യം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. തികച്ചും സ്വാഭാവികമായൊരു സംഭവമായി ഇവർക്കൊക്കെ തോന്നിയിരുന്നോ എന്ന് സംശയം തോന്നിപ്പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് രാഗിൻ? തീർച്ചയായും, അതായത് കളമശ്ശേരിയിലെ ഈ പറയുന്ന ഹോസ്റ്റൽ അത് ഒരു കഞ്ചാവിന്റെ വിപണന കേന്ദ്രമായിരുന്നു എന്ന് നേരത്തെ വ്യക്തമായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്കും മറ്റു പലയിടങ്ങളിലേക്കും മറ്റു പല ക്യാമ്പസുകളിലും അടക്കം ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി ഷാലിഖിന്റെ മൊഴി പ്രകാരം 6000 രൂപയാണ് ഇയാൾക്ക് കമ്മീഷൻ കിട്ടുന്നത്. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഏകദേശം 24,000 രൂപ ഒരു ബണ്ടിലിന് വാങ്ങും. ഇയാൾക്ക് കിട്ടുന്നത് 18,000 രൂപയ്ക്ക്. അങ്ങനെ 6000 രൂപ അവിടെ ഒരു കമ്മീഷൻ ഇനത്തിൽ ഇയാൾ ഇടനില നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. അന്നേ ദിവസം അവിടെ എത്തിയിരുന്ന ഈ ലഹരി എന്ന് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ലഹരിയായിരുന്നു. അത് പുറത്ത് വിൽപ്പന നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് അന്ന് അത്രയും വലിയ ഒരു ക്വാണ്ടിറ്റി ലഹരി അവിടെ എത്തിയത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്നേ ദിവസം ഈ ആദ്യം പിടിയിലാവുന്ന ആകാശിനെ പിടിച്ച ഘട്ടത്തിൽ ആകാശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അതായത് മറ്റൊരു വിദ്യാർത്ഥിയാണ് വിളിക്കുന്നത്. പോലീസ് പറയുന്നു സ്പീക്കർ ഇട്ട ഘട്ടത്തിൽ ആ സംസാരം എന്ന് പറയുന്നത് സാധനം സേഫ് അല്ലേ എന്ന് ചോദിക്കുന്നതാണ്. അത് പോലീസ് ഞെട്ടി ആ ചോദ്യം കേട്ട്. കാരണം പുറത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിയാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന സാർവത്രികമായി തന്നെ നടന്നിരുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഇതിലൂടെ ഒക്കെ വ്യക്തമാകുന്നത്. അങ്ങനെ ഈ കോട്ടയം സ്വദേശിയാണ് ആ വിദ്യാർത്ഥിയെ പോലീസ് സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. കേസുകളിൽ ഉൾപ്പെടുത്തുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരണത്തിലേക്ക് പോവുകയാണ് പോലീസ് സംഘം. എന്തായാലും ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ കേവലം ഒരു ആസ്വാദനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തികം ഉണ്ടാക്കുക എന്നതടക്കമുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ ഒരു ലഹരി വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അതായത് കേവലം ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല, ഇത്രയധികം ക്വാണ്ടിറ്റി വന്നത് പുറത്ത് വിൽപ്പന നടത്തുക കൂടി ലക്ഷ്യമിട്ടായിരുന്നു. അതിന്റെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ കളമശ്ശേരി ലഹരിവേട്ട കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പിടികൂടാനുള്ളത് സുഹൈൽ ഭായ് എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അയാളുടെ ഫോൺ കഴിഞ്ഞ ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഇയാളെ തെരഞ്ഞ് പോലീസ് സംഘം വ്യാപക പരിശോധന നടത്തുകയാണ്. ശരി രാഗിൻ.